നമസ്കാരം. ചില അന്ധവിശ്വാസങ്ങൾ എല്ലാം ഞാൻ പറയുന്നത് എല്ലാ അന്ധവിശ്വാസങ്ങളാണെന്ന് പറയുന്നത്. ഇന്ന് ഞാൻ മുറിപ്പാലത്തടി മാടന്തമ്പുരാൻ ക്ഷേത്രത്തിൽ നിന്നപ്പോൾ അവിടുത്തെ ക്ഷേത്രത്തിൻ്റെ സെക്രട്ടറി ക്ഷേത്രകാര്യങ്ങളൊക്കെ നോക്കുന്ന അദ്ദേഹമാണ് അവിടെ ബുക്ക് ചെയ്യുന്നത്. അവിടെ കുമാർ എന്നോട് പറഞ്ഞു, ഒരു സ്ത്രീ വിളിച്ച് ഭീകരമായിട്ട് ചീത്ത പറയുകയായിരുന്നു. നിങ്ങളുടെ സ്വാമിക്ക് ഭ്രാന്താണ്, നിങ്ങളുടെ സ്വാമിക്ക് വട്ടാണ്. രാഹുൽ മാങ്കൂട്ടത്തിന് മന്ത്രവാദത്തിൽ കുഞ്ഞുങ്ങളെ കൊന്ന് പൂർവ്വജന്മത്തിൽ മന്ത്രവാദം ചെയ്ത് കുഞ്ഞുങ്ങളെ കൊന്ന് ശിക്ഷിക്കുന്ന അല്ലെങ്കിൽ അത്തരം മന്ത്രവാദങ്ങൾ ചെയ്യുന്ന ഒരാളാണ് നിങ്ങളുടെ സ്വാമി പറഞ്ഞു. നിങ്ങളുടെ സ്വാമിക്ക് തലയ്ക്ക് വല്ല കുഴപ്പമുണ്ടോ? സ്വാമി ഇങ്ങനെയുള്ള അന്ധവിശ്വാസങ്ങളാണോ പടർത്തുന്നത്? ഞാൻ അദ്ദേഹത്തിൻ്റെ പൂർവ്വജന്മം നോക്കുമ്പോൾ, ഇപ്പോൾ എൻ്റെ പൂർവ്വജന്മം എടുത്താൽ എന്താണ്? നമ്മുടെ എല്ലാവരുടെയും പൂർവ്വജന്മം എടുക്കുമ്പോൾ ആ പൂർവ്വജന്മത്തിലൊക്കെ ഇത്തരം വിഷയങ്ങളുണ്ട്. അതിനെന്നെ ചീത്ത പറഞ്ഞിട്ട് എന്താണ് കാര്യം? പൂർവ്വജന്മം ഞാൻ പറഞ്ഞത് ശരിയാണ്. നമ്മുടെ പൂർവ്വജന്മം തിരിച്ചറിഞ്ഞ് ആ പൂർവ്വജന്മത്തിൽ നിന്ന് പരിഹാരങ്ങളുണ്ടോ എന്ന് നോക്കിയിട്ട് പൂർവ്വജന്മം ഇങ്ങനെയായിരുന്നു, ഈ പൂർവ്വജന്മത്തിൽ നിന്ന് എനിക്ക് ഈ ജന്മത്തിലേക്കുള്ള മാറ്റം ഞാൻ തിരിച്ചറിയണം. ഞാൻ അധർമ്മത്തിലേക്ക് പോകരുത്. ഞാൻ ജനപ്രീതി തന്നു, എനിക്ക് വാക്ചാതുര്യം തന്നു, എനിക്ക് സൗന്ദര്യമുള്ള മുഖം തന്നു, എനിക്ക് നല്ല കുടുംബത്തിൽ ജനിക്കാനുള്ള യോഗം തന്നു. അങ്ങനെ ഞാൻ ഏറ്റവും ജനങ്ങളുടെ ജനപ്രിയനായിട്ട് നിൽക്കുമ്പോൾ എൻ്റെ ഭൗതികങ്ങൾ എൻ്റെ ചെകുത്താനേക്ക് കയറിയിട്ട് എൻ്റെ എതിർലിംഗത്തോടുള്ള സ്ത്രീകളോട് ഭ്രമമുണ്ടാക്കുന്നു. ഞാൻ അവരെ വശീകരിക്കുന്നു. സ്ത്രീകളെ ഉപയോഗ വസ്തുവായിട്ട് മാത്രം കാണുന്നു. അവരുടെ മനസ്സിൻ്റെ വികാരങ്ങൾ കാണുന്നില്ല. കോടതിയിൽ പിടിക്കപ്പെടുമ്പോൾ ഞാൻ പറയുന്നു, ഇത് ഞങ്ങൾ തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധമാണ്. അത്തരം ബന്ധങ്ങൾക്ക് കോടതിയിൽ വിലക്കില്ല. അതുകൊണ്ട് നല്ല വക്കീലന്മാരെ വയ്ക്കുന്നു, വാദിക്കുന്നു. ഇത് ഞങ്ങൾ തമ്മിലുള്ള ശാരീരിക ബന്ധത്തിന് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഒരു സ്ത്രീ ഒരു പുരുഷന് ശരീരം സമർപ്പിക്കപ്പെടുകയും ആ പുരുഷൻ ആ സ്ത്രീയുടെ ശരീരത്തിൽ അവൻ്റെ ഭൗതിക സുഖങ്ങൾക്ക് വേണ്ടിയിട്ട് അനുഭവിക്കുകയും ചെയ്യുമ്പോഴുള്ളതാണ്. അതുകൊണ്ട് എനിക്കിതൊന്നും പ്രശ്നമില്ല എന്ന് പറഞ്ഞ് നിയമത്തിൻ്റെയും കോടതിയുടെയും മുമ്പിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയുമെങ്കിൽ, ഒരു സ്ത്രീക്ക് ഒരു പുരുഷനെ പറഞ്ഞിട്ടുള്ളൂവെങ്കിൽ, അവൻ്റെ ഭൗതികമായ ചിന്തകളിലൂടെ ഉടലെടുക്കുന്ന അവൻ്റെ ശരീരത്തിലെ ഊർജം മറ്റു സ്ത്രീയുടെ ഗർഭപാത്രത്തിലേക്ക് കടന്നു പോയിട്ടുണ്ടെങ്കിൽ, അത് എവിടെയാണോ കടന്നു ചെല്ലുന്നത് അവിടെ ജനിക്കുന്ന കുഞ്ഞ് ആ കുഞ്ഞിനെ നശിപ്പിക്കപ്പെടുവാണെങ്കിൽ, ആ ശിശുശാപത്തിൻ്റെ ശക്തിയിൽ അവൻ ജന്മജന്മാന്തരങ്ങൾ കൂനനും മുടന്തനും ഒക്കെ ആയിട്ട് അംഗവൈകല്യമുള്ള ഭീകരമായ അംഗവൈകല്യം, സാധാരണ പോലല്ല, ചില വൈകല്യങ്ങൾ ഉണ്ടാകുന്നവരുടെ പൂർവ്വജന്മത്തിൽ ഞാൻ ഒരു പഠനം നടത്തിയിട്ടുണ്ട്. അവർ ഈ ജന്മത്തിൽ അവരൊരു തെറ്റും ചെയ്തിട്ടില്ല, പക്ഷേ അവരിതൊക്കെ അനുഭവിക്കേണ്ടി വരുന്നല്ലോ. അതുകൊണ്ടാണ് ഒരു വലിയ പഠനമാണ് ഇതിനകത്ത്. എന്തുകൊണ്ടാണ് ഒരാൾക്ക് ഒരു ആരോഗ്യമുള്ള ശരീരമുള്ളവർ വിചാരിക്കും, ഇപ്പം നമ്മുടെ പഴയ കാലത്തെ നടൻ ജയൻ്റെ മസിലും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ആ ശരീരത്തെക്കുറിച്ചിട്ട് പിന്നെ നല്ല ഉത്തമ ബോധ്യമുണ്ടായിരുന്നു, അതിൻ്റെ അഹങ്കാരം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണല്ലേ കോളിളക്കം എന്ന് പറയുന്ന സിനിമയിൽ ഒരു ഷോട്ട് കഴിഞ്ഞ് ഹെലികോപ്റ്ററിലേക്ക് സുകുമാരനും ബാലങ്കേനും ഓടിക്കുന്ന വണ്ടിക്കകത്ത് ഹെലികോപ്റ്ററിലേക്ക് ചാടിക്കയറി ആദ്യത്തെ ഷോട്ട് ഓക്കെയായി, വീണ്ടും രണ്ടാമത് ഓക്കെയായി, മൂന്നാമതും അദ്ദേഹം ചെയ്യണമെന്ന് അദ്ദേഹത്തിൻ്റെ നിർബന്ധപ്രകാരം ആ ഷോട്ട് ഒന്നും കൂടി എടുത്തപ്പോൾ ഹെലികോപ്റ്ററിൻ്റെ ബാലൻസ് തെറ്റി തലക്കിടിച്ച് തല പൊട്ടിപ്പോയി. ഇത് മനുഷ്യ ശരീരമല്ലേ, വെറും കോശങ്ങൾ, 7000 നാഗങ്ങളും 72,000 നാഡീജനമുള്ള വെറും മനുഷ്യ ശരീരം. മുറിഞ്ഞാൽ ചോരയും കരഞ്ഞാൽ കണ്ണീരും ഉണ്ടാകുന്ന ഒരു ദുർബലമായതല്ലേ ഈ ശരീരം. ഈ മസിൽസൊക്കെ മസിൽ പവറൊക്കെ കാണിക്കാനായിട്ട് എക്സർസൈസൊക്കെ ചെയ്ത് പ്രോട്ടീനൊക്കെ കഴിച്ച് മസിൽ വരിക്ക് നടക്കുന്നവൻ്റെ എന്ത് കാര്യമാണ്? ഒന്ന് വീണാൽ, തലയടിച്ച് വീണാൽ തീരുന്നതല്ലേ ഉള്ളൂ. ഒരു നല്ല പനി വന്നാൽ തീരുന്നതല്ലേ ഉള്ളൂ. അങ്ങനെ ജയനെപ്പോലുള്ള ആ ശരീരത്തെക്കുറിച്ചിട്ടുള്ള മനുഷ്യൻ്റെ ആ ബോധമാണ്, എന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല, ഞാൻ ഇങ്ങനെയുള്ള ഒരാളാണ് എന്ന് സ്വയം ബോധ്യപ്പെടുത്തിക്കൊണ്ട് ജീവിക്കുന്നവർക്കല്ലേ. ഒരു പനി വന്ന് മരിച്ചുപോയി. നമ്മുടെ കന്നഡയിൽ പുനീത് കുമാർ എന്ന് പറഞ്ഞൊരു വലിയ നടനുണ്ടായിരുന്നു. രാജ്കുമാറിൻ്റെ മകനാണ്, നല്ല മസിൽ ബോഡിയൊക്കെയാണ്. പുള്ളിക്ക് ഒരു കുഴപ്പമില്ല, പടങ്ങളൊക്കെ സൂപ്പർ ഹിറ്റാണ്, കോടിക്കണക്കിന് രൂപയുടെ സ്വത്തുണ്ട്, പ്രതാപമായ കുടുംബത്തിൽ ജനിച്ചു. നമ്മൾ കേൾക്കുന്ന വാഴ്ച ജിമ്മിൽ പോയിട്ട് എക്സസൈസ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ മരിച്ചുപോയി എന്നാണ്. ഓവർ. നമ്മൾ ബോഡിയെക്കുറിച്ചിട്ടുള്ള നമ്മുടെ ശരീരം, ഒരാളുടെ ശരീരം ഇങ്ങനെ ആയിരിക്കണം, ഇങ്ങനെ ആകാനേ പാടുള്ളൂ. പ്രോട്ടീനൊക്കെ ഇഞ്ചക്ട് ചെയ്തൊക്കെ മസിൽസൊക്കെ കാണിച്ചു തന്നാൽ ഉണ്ടാകാൻ പോകുന്നതൊക്കെ നമ്മുടെ ദൈവം നിനക്ക് ഇത്ര കിലോ ഭാരം, നിനക്ക് ഇന്ന സമയത്ത് ഇന്ന രോഗം, ഇന്ന സമയത്ത് നിൻ്റെ ബുദ്ധി, ഈ സമയത്ത് നിനക്ക് വിവാഹം, ഈ സമയത്ത് നിനക്ക് ഇണചേർന്ന് കുട്ടി ജനിക്കേണ്ട സമയം, ആ കുട്ടിയെ വളർത്തേണ്ട സമയം, ഇങ്ങനെ ഒരു വലിയ ചടങ്ങ്, ഒരു പ്രോസസ്സുണ്ട്. ഇതൊന്നുമില്ല. നമ്മൾ നേരെ അങ്ങോട്ട് പോയാലുണ്ടല്ലോ, നേരെ കുഴിക്കാത്ത പോവുക, അങ്ങനെ പോവുക. അപ്പോൾ ചില മനുഷ്യർക്ക് സംബന്ധിച്ചിടത്തോളം അവനങ്ങനെ അമിതമായ ആത്മവിശ്വാസത്തോട് ജീവിക്കും, അന്ധതയുണ്ടാവും. ഞാനിത് പറയാനുള്ളതിനൊരു കാരണം, ഇന്നത്തെ ഒരു വാർത്ത കണ്ടു. നമ്മുടെ ജയസൂര്യ എന്ന് പറയുന്ന നടൻ,
ജയസൂര്യ എന്ന് പറഞ്ഞ നടൻ കഷ്ടപ്പെട്ട് സിനിമയിൽ വന്ന് അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് സിനിമയിൽ വന്ന് അയാൾ സിനിമയിൽ നല്ല നടനായി, വിനയൻ്റെ സിനിമയിൽ നായകനായി. വിനയൻ തന്നെ അദ്ദേഹത്തിനെ തള്ളി പറഞ്ഞിട്ടുണ്ട്. വിനയൻ അങ്ങനെ കൊണ്ടുവന്നവരൊക്കെ വിനയനെ സ്നേഹിച്ചിട്ടില്ല, അല്ലെങ്കിൽ ബഹുമാനിച്ചിട്ടില്ല. അത് കൊണ്ടുവരുന്ന ഒരാളിനെ സംബന്ധിച്ചിടത്തോളം അതൊക്കെ നിലനിർത്തേണ്ടതാണ്. അതൊന്നും ചെയ്തിട്ടില്ല. അത് വിനയൻ്റെ ഒരു ശാപമാണ്. പിന്നെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഒറ്റനായിട്ട് മലയാള സിനിമയിൽ നിൽക്കുന്ന ഒരാളാണ്. എന്തായാലും ഞാൻ ഈ അടുത്ത കാലത്ത് ഒരു ആവശ്യത്തിന് ഞാൻ ജയസൂര്യയെ കാണുന്നു. അങ്ങനെ എനിക്കിപ്പോൾ ഈ അനന്തഭദ്ര സമയത്തൊക്കെ ആണെങ്കിലും, ഇല്ലെങ്കിൽ രുദ്രസിംഹാസനം 2015 നെടുമുടി വേണുചേട്ടനുമായിട്ട് ആത്മബന്ധം ഉണ്ടായിരുന്നു, കൊച്ചിൻ അനീഫായിട്ടായിരുന്നു, കലാഭവൻ മണിയായിട്ടൊക്കെ എനിക്കൊരു ആത്മബന്ധം, ഒരു സ്നേഹമൊക്കെ ഉണ്ടായിരുന്നു, ഒരു സ്നേഹമുണ്ടായിരുന്നു. ഇന്നത്തെ സിനിമയിൽ അതുണ്ടോ എന്ന് എനിക്കറിഞ്ഞൂടാ. എന്തായാലും എനിക്ക് ജയസൂര്യയെ കാണേണ്ട ഒരു ആവശ്യം വന്നു. അങ്ങനെ ഞാൻ പരമ്പള്ളി നഗറിലെ ജയസൂര്യയുടെ വീട്ടിൽ ചെല്ലുമ്പോൾ, എൻ്റെ കൂടെ ഒരു സംവിധായകനോടുണ്ട്, വീട്ടിൽ ചെല്ലുമ്പം ഞങ്ങൾ പുറത്ത് നിൽക്കുകയാണ്. അപ്പോൾ ജയസൂര്യ എത്തിയിട്ടുണ്ടോ എന്ന് നമുക്ക് അറിഞ്ഞൂടാ. അവിടെ ഒരു വാതിൽ കണ്ടു, ഒരു നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു വാതിൽ. ചില ചിത്രപ്പണികളൊക്കെ ഉണ്ട്, അതിനകത്തൊരു മണിയൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ സംവിധായകനോട് പറഞ്ഞു, മോനെ നമുക്ക് ഈ വഴി അകത്ത് കയറണ്ട, ഈ വഴി നമ്മൾ അകത്ത് കയറിയാൽ നമ്മൾ ഈ വന്ന കാര്യം നടക്കില്ല. അതെന്താ സ്വാമി? ഞാൻ പറഞ്ഞു അത് വേണ്ട, ഈ വഴി, ഈ വാതിലിലൂടെ. അപ്പോൾ എൻ്റെ മനസ്സ് ഞാൻ പറഞ്ഞു, ഇത് ഞാൻ അദ്ദേഹത്തിനോട് പറയാൻ നിന്നില്ല. ഒരുപാട് ശവശരീരങ്ങൾ അകത്തോട്ടും, ഒരുപാട് ശവശരീരങ്ങൾ പുറത്തോട്ടും, ഒരുപാട് നെഗറ്റീവ് എനർജികൾ അകത്തോട്ടും, ഒരുപാട് നെഗറ്റീവ് എനർജികൾ പുറത്തോട്ടും പോയിട്ടുള്ള ഒരുപാട് കലാപങ്ങൾ ഉണ്ടായിരുന്ന ഏതോ തറവാട്ടിൽ 100-200 വർഷം പഴക്കമുള്ള ഏതോ തറവാട്ടിലുണ്ടായിരുന്ന ഒരു വാതിലാണത്. ഈ വാതിലിലൂടെ പ്രവേശിക്കുകയോ ഈ വാതിലിൻ്റെ ദർശനം കാണുകയോ ചെയ്താൽ സ്തംഭനമുണ്ടാകും. മനസ്സ്, ശരീരം, കർമ്മം, സാമ്പത്തികം, ദാമ്പത്യം, ധനം, ഇതെല്ലാം തന്നെ ബന്ധനത്തിലാകും. ഈ വാതിലിന് അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അതിലൊരു മണി ഇങ്ങനെ കെട്ടിയിട്ടുണ്ട്. നമ്മുടെ ജയസൂര്യയുടെ വീടിൻ്റെ മുമ്പിലത്തെ ഒരു വാതിലാണ്, കൊച്ചിയിലെ പരമ്പള്ളി നഗറിലെ. അപ്പോൾ ഞാൻ അദ്ദേഹത്തിനെ കണ്ട് പുറത്തിറങ്ങിയതിന് ശേഷം ഞാൻ ജയസൂര്യയോട് പറഞ്ഞു, ഈ വാതിൽ എവിടെ നിന്നാണ്? അതിങ്ങനെ മേടിച്ചതാണ്. എനിക്കൊന്നും പറയാൻ തോന്നിയില്ല. കാരണം ഒരാൾ ആത്മവിശ്വാസത്തോടു കൂടി തനിക്ക് കഷ്ടപ്പെട്ടുണ്ടാക്കിയ ഒരു വീടിൻ്റെ, ആത്മവിശ്വാസത്തോടെ ഉണ്ടാക്കിയ ഒരു വീടിൻ്റെ, ദൈവം എല്ലാം വാരിക്കോരി കൊടുത്തപ്പോൾ ഉണ്ടാക്കിയ വീടിൻ്റെ മുറ്റത്ത് അദ്ദേഹം ഒരു 2 നില കെട്ടിടമൊക്കെ ഉണ്ടാക്കി, ആഡംബരമായിട്ടുള്ളൊരു കെട്ടിടം ഉണ്ടാക്കി, നമുക്ക് സംസാരിക്കാനും ബിസിനസ് സംസാരിക്കാനും അല്ലെങ്കിൽ കഥകൾ കേൾക്കാനും ഒക്കെ ഉണ്ടാക്കിയ, സിനിമയെ കുറിച്ചുള്ള ഡിസ്കഷനും ഒക്കെ ആയിട്ട് ഉണ്ടാക്കിയ ഒരു അതിമനോഹരമായ വീടിൻ്റെ വാതിൽ, 100 വർഷം പഴക്കമുള്ള ഒരു വാതിൽ. അത് നമുക്ക് വേണമെങ്കിൽ ഒരു നല്ല മരം മേടിച്ചൊരു വാതിൽ ഇതുപോലെ ഉണ്ടാക്കി വയ്ക്കാം. പക്ഷേ ഇത് ആരോ ഉപയോഗിച്ചിരുന്ന, ഒരുപാട് ദുരന്തങ്ങൾ കഴിഞ്ഞ ഈ വാതിൽ അത് വളരെ ദോഷമാണ്. ഞാൻ പുറത്തോട്ട് ഇറങ്ങുമ്പോൾ ജയസൂര്യ എൻ്റെ കൂടെ വന്നിരുന്നു. പുറത്ത് നല്ല പെരുമാറാനൊക്കെ വളരെ 100%. അതൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു. എൻ്റെ കൂടെ വന്നു നിന്നു, എൻ്റെ സ്വാമി ഇതൊക്കെ വിളിച്ചാൽ വലിയ കാര്യമായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു, ഈ വാതിലിനെ കുറിച്ച് ചോദിച്ചിട്ട് ഞാൻ പുറത്തൂടെ ഞാൻ പുറത്തിറങ്ങി വന്നു. എന്തായാലും ജയസൂര്യയുടെ ജീവിതത്തിൽ ഇപ്പോൾ സംഭവിച്ചേക്കുന്ന വാർത്ത എന്താണ്? അദ്ദേഹത്തിൻ്റെ ഇമേജിന് കളങ്കമുണ്ടാക്കുന്ന വിഷയങ്ങൾ ഉണ്ടാകുന്നു, സിനിമയ്ക്ക് ഭംഗമുണ്ടാകുന്നു, കടമുറ്റത്ത് ചെന്ന് കഴിഞ്ഞാൽ സിനിമ റിലീസാകാതാകുന്നു. എത്ര 2-3-4 വർഷമായി. കരിയർ ഗ്രാഫിൽ ബന്ധനമുണ്ടാകുന്നു, പരസ്ത്രീ ബന്ധത്തിൽ കൊണ്ട പേരിൽ അപഖ്യാതി, അപകടകരമായ അവസ്ഥകളുണ്ടാകുന്നു. ദാമ്പത്യത്തിൽ എന്തായാലും വലിയ പ്രശ്നങ്ങളുണ്ടായ ഭാര്യ എന്ന് അദ്ദേഹത്തിൻ്റെ കൂടെ തന്നെ ഉണ്ട്. ഏതോ കായലോരം കൈകേറി എന്ന് പറഞ്ഞുള്ള വിഷയമുണ്ടാകുന്നു. ഇപ്പോൾ ഏതിനോ ഒരു ആപ്പുമായിട്ട് ചേർന്നിട്ട് പണമുണ്ടാക്കിയെന്ന് പറഞ്ഞിട്ട് ED അദ്ദേഹത്തിന് 40 ലക്ഷം രൂപയ്ക്ക് അടുപ്പിച്ചിട്ടുള്ള തുക അറ്റാച്ച് ചെയ്യുന്നു. ഇതെല്ലാം തന്നെ ഉണ്ടാകുന്നത്, നിങ്ങൾ എന്ത് അന്ധവിശ്വാസമാണെന്ന് പറഞ്ഞാലും, നമ്മൾ വയ്ക്കുന്ന വീടിൻ്റെ ഗൃഹസ്ഥാനം, നമ്മൾ ഉപയോഗിക്കുന്ന വാതിൽ, നമ്മൾ ഉപയോഗിക്കുന്ന കട്ടളയുടെ ചിത്രപ്പണികളോട് ചേർന്ന കട്ടളയിൽ ഉണ്ടാക്കുന്ന ചിത്രങ്ങൾ, ഇതെല്ലാം തന്നെ വളരെ പ്രധാനപ്പെട്ടതാണ്. അത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കാതെ ഒരു വാസ്തുവായിട്ട് അറിയാവുന്ന ഒരാളെ വിളിച്ച് കിഴക്കോട്ടാണ്, ഇങ്ങോട്ട് ചരിവ്, അങ്ങോട്ട് മൂല, ദിക്ക്, ഇതെന്നൊക്കെ പറഞ്ഞിട്ട് വലിയ ദൈവത്തിൻ്റെ പടമൊക്കെ വെച്ച് കുറേ മണിയൊക്കെ ഇടിച്ച് വിളക്കൊക്കെ കത്തിച്ചാൽ അവിടെ ഐശ്വര്യവും സമാധാനവും ശാന്തിയും ഉണ്ടാകുമെന്ന് വിചാരിച്ചാൽ സംഭവിക്കില്ല. 100% ഞാനിപ്പോൾ പറയുവാണ്. ജയസൂര്യയ്ക്ക് ഉണ്ടാക്കുന്ന ഈ അപകടങ്ങളെല്ലാം തന്നെ, ഈ ദോഷങ്ങളെല്ലാം തന്നെ, ഞാൻ ഇന്നലെ ഒരു അബാക് മീഡിയയ്ക്കകത്ത് ഇതിനെക്കുറിച്ചൊരു സൂചന ഉള്ള സാധനം പറഞ്ഞിട്ടേ ഉള്ളൂ. പക്ഷേ ഞാൻ DNA ചാനലിൽ വളരെ വ്യക്തമായിട്ട് പറയുകയാണ്, ഇത് ജയസൂര്യ എപ്പിസോഡ് കാണുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. താങ്കൾ എത്രയും പെട്ടെന്ന് താങ്കളുടെ അഭിനയ ജീവിതത്തിൻ്റെ, ഇല്ലെങ്കിൽ ബാക്കിയുള്ള ജീവിതത്തിൻ്റെ ബാക്കി പത്രമായിട്ട് നല്ല ഉയർച്ച ഗ്രാഫോടുകൂടി നിന്നിടത്ത് തന്നെ ഇങ്ങനെ തങ്ങി നിൽക്കണമെന്നെങ്കിലും ഉണ്ടെങ്കിൽ ആദ്യം ആ വാതിലിളക്കി അങ്ങോട്ട് മാറ്റണം. ആ വാതിലിളക്കി മാറ്റി എന്ത് ചെയ്യണം എന്നറിയാമോ? നദിയിൽ ഒഴുക്കുകയല്ല, അതിനെ കത്തിച്ച് കളയണം. അതിനെ സുഗന്ധദ്രവ്യങ്ങൾ കൊണ്ട് പൂശി ഒരു മനുഷ്യൻ്റെ ശവശരീരം അടക്കുന്ന പോലെ അതിനെ കത്തിച്ച് കളയണം.
അത് കത്തിച്ച് കളഞ്ഞില്ലെങ്കിൽ അതിൻ്റെ ചാരം, ആ ചാരം മോക്ഷപ്രാപ്തി കൊടുക്കുന്ന പോലെ ആ ചാരത്തെ കൊണ്ടുവന്ന് രാമേശ്വരത്തെ ഒതുക്കി ബലികർമ്മങ്ങളും ചെയ്ത് 22 തീർത്ഥങ്ങളിലും കുളിക്കണം. അപ്പോൾ നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ, ആ വാതിലിൻ്റെ ഒരു ശക്തി. ആ വാതിലൂടെ കിടക്കുന്നില്ല അവിടെ. അതുപോലെ തന്നെ എനിക്കറിയാവുന്ന ഒരാൾ ഒരു മണി ഒരാളൊരു വീട്ടിൽ താമസിച്ച് ആ വീട്ടിൽ താമസിക്കുമ്പോൾ ഉണ്ടാകുന്ന അവരുടെ ബിസിനസ് മുഴുവൻ തകർന്നു. രാത്രിയാകുമ്പോൾ തൊട്ടിലിങ്ങനെ ആടും, തന്നെത്താൻ തൊട്ടിലാടും. പ്രശ്നങ്ങൾ, ചെറിയ കുട്ടികൾക്ക് പ്രശ്നങ്ങൾ, ആകെ പ്രശ്നമാണ്. അപ്പം ഞാൻ ഇവിടെ ചോദിച്ചു, ഇവിടെ വല്ല മണി ഉണ്ടായിരുന്നു? ഒരു മണി വാങ്ങിച്ചു. ഇത് എവിടത്തെയാണ്? ഇത് ഏതോ ഭദ്രകാളി. ഞാൻ പറഞ്ഞു, ആ മണി കൊണ്ടുവന്ന് ആ വീട്ടിൽ കെട്ടിത്തൂക്കിയതാണ്, വെറുതെ തൂക്കിയതാണ് ഒരു മണി. ബിസിനസ്സും തകർന്നു, ആരോഗ്യം തകർന്നു, വാഹന അപകടങ്ങളുണ്ടായി, ആകെ പ്രശ്നങ്ങളായപ്പോഴാണ് ഈ മണിയുടെ പ്രശ്നം ഞാൻ ചോദിക്കുന്നത്. ഞാൻ പറഞ്ഞ മണി ഇങ്ങനെ തന്നേക്കാൻ. ആ മണി ഞാൻ ഇപ്പോൾ കൊണ്ടുവന്ന് നമ്മുടെ കാന്തല്ലൂരിലെ ഭദ്രകാളി ക്ഷേത്രത്തിന് മുമ്പിൽ കെട്ടിയിട്ടുണ്ട്. വിചിത്രമായ ഒരു മണി. ആ മണിയുമായി ബന്ധപ്പെട്ട എന്തോ ഒരു വിഷയമുണ്ട്. അത് രക്ഷ്യഫലമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഞാനിവിടെ തൂക്കി, എനിക്കവിടെ പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷേ പ്രശ്നങ്ങൾ ഉണ്ടായില്ലേ കാന്തല്ലൂർ ആശ്രമത്തിനകത്ത്? കാന്തല്ലൂരിൽ ഒരു യൂട്യൂബ് ചാനലുകാർ കയറിയിട്ട് നശിപ്പിക്കാൻ ശ്രമിച്ചില്ലേ? ആശ്രമം നശിച്ചില്ല. പക്ഷേ ചില സാധനങ്ങൾ, ഇത് കെട്ടിയതിന് ശേഷമാണ്, ഇത് കെട്ടി 90 ദിവസം കഴിയുന്നതിന് മുമ്പാണ് അവിടെ ഒരു വിഷയം ഉണ്ടായത്. ഞാനമണി അവിടെ തന്നെ ശുദ്ധി ചെയ്ത് കെട്ടിയിട്ടുണ്ട്. കാരണം എൻ്റെ ഭദ്രകാളി ക്ഷേത്രത്തിന് മുമ്പിൽ കെട്ടിയേക്കാണ്. അപ്പോൾ ചില കാര്യങ്ങൾ, ചില വസ്തുക്കൾ നമുക്ക് ചെയ്യാൻ പാടില്ലാത്തത്, ഇതെല്ലാം തന്നെ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ ഉണ്ടാകുന്നത് നമ്മുടെ ജീവിതം താറുമാറാക്കി കളയും. ഒരാൾ ഒരു കിണറിൽ ഒരു വീട്ടിൽ പോയി. അപ്പോൾ അവിടെ പണ്ട് കുറേ കാലങ്ങളായിട്ടുണ്ടായിരുന്ന ഒരു കിണറുണ്ടായിരുന്നു. ആ കിണറിനകത്തൊരു കപ്പി അവിടെ വെറുതെ കിടക്കുന്ന ഒരു കപ്പി. അപ്പോൾ ഇദ്ദേഹത്തിന് ഇതെന്ത് ചെയ്യുന്നു എന്ന് ചോദിച്ചു. അപ്പം പറഞ്ഞു, ഇപ്പം ഞങ്ങൾ കിണർ ഉപയോഗിക്കാറില്ല, നമുക്ക് പൈപ്പിൽ വെള്ളമുണ്ട്, പിന്നെ ഇതിലെ വെള്ളം നമ്മളൊന്ന് ശുദ്ധീകരിച്ചിട്ടില്ല. അപ്പോൾ മറ്റയാൾ പറഞ്ഞു, ഇത് ഇവിടെ നാഗങ്ങളൊക്കെ ഉള്ള സ്ഥലമാണല്ലോ, കുറച്ച് ജ്യോതിഷമൊക്കെ ഇദ്ദേഹത്തിന് അറിയാം. എന്താണെന്ന് വെച്ചാൽ ഈ കപ്പിക്ക് ഒരു പ്രത്യേകതയുണ്ട്. കപ്പി എന്ന് പറഞ്ഞാൽ നമ്മൾ ഇത് കയറിങ്ങനെ ഇടുമ്പോൾ, എല്ലാവർക്കും ഇതിനെക്കുറിച്ച് അറിയാത്തതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഈ കയറിലായിട്ട് നമ്മളിങ്ങനെ വലിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഇരുമ്പ് സാധനമാണ്, ഇരുമ്പിലുണ്ടാക്കുന്നത്. ഇരുമ്പ് ഉരുക്കൊന്താണ്. എന്തായാലും അദ്ദേഹത്തിന് ചോദിച്ചു, എനിക്ക് ഈ കപ്പി ഇങ്ങ് തരുമോ? ഒരു കൊളുത്തുകൊണ്ട് ഒരു റൗണ്ടും ഉണ്ട്. ഈ കയർ അതിനകത്തുകൂടെയാണ് ഇങ്ങനെ കടലിലേക്ക് ഇങ്ങനെ വലിച്ചെടുക്കുന്ന സാധനമാണ്. ഇദ്ദേഹത്തിന് ഈ കപ്പി അങ്ങ് കൊടുത്തു. ഈ മനുഷ്യൻ ഇത് കൊണ്ടുവന്ന് ഇയാൾക്ക് എന്ത് ചോദിച്ചാലും ഒരു മടിയില്ല. അപ്പം ഞാൻ പലപ്പോഴും ചോദിച്ചിട്ടുണ്ട്, നിങ്ങൾ എന്തിനാണ് എല്ലായിടത്തും ഇങ്ങനെ ചോദിക്കുന്നത്? വെറുതെ നിങ്ങൾ ഒരു നാണയമെങ്കിലും കൊടുത്തത് എടുക്കാത്തത്? അതില്ല, കിട്ടിയ ഒരു ആന. ഞാൻ ചോദിച്ചാൽ അതെന്തുവാണ്? അതൊരു കഥയുണ്ട്. ഞാൻ ചോദിച്ചാൽ എന്താണ് കഥ? അതൊരു നമ്പൂതിരി ഒരു ഇല്ലത്ത് പോയി അവിടെ സുഖകരമായിട്ടൊക്കെ താമസിച്ച് പിറ്റേ ദിവസം ഭക്ഷണമൊക്കെ കഴിഞ്ഞ് പുറത്തോട്ട് ഇറങ്ങാൻ നേരത്ത് അവിടുത്തെ കാര്യം നോക്കുമ്പോൾ ഒരു ആന നിൽക്കുന്നു. ആ തറവാട്ടിലെ ആനയാണ്. അപ്പോൾ ആനയെടുത്ത് ഈ തിരുമേനിയുണ്ട്, തിരുമേനിയുടെ ശിഷ്യനുമുണ്ട്. ആനയെ കണ്ടുകൊണ്ട് ചോദിച്ചു, അതേ ഈ ആനയെ എനിക്ക് തരുമോ എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, എൻ്റെ ആനയില്ലേ? ഇത് എനിക്കുള്ള ആനയാണ്, എത്ര ലക്ഷം രൂപ വിലപിടിപ്പുള്ള. പണം മാത്രമല്ല തിരുമേനി, ഇത് ഞങ്ങളുടെ വളരെ പാരമ്പര്യമായിട്ട് 100 വർഷമായിട്ട് ഇവിടെ നിൽക്കുന്ന ആനയാണ്. എന്നാൽ ഇരുന്നോട്ടെ, ഇവിടെ തന്നെ നിന്നോട്ടെ, നല്ല ഭക്ഷണവും വെള്ളമൊക്കെ കൊടുത്ത് ഇവിടെ നിർത്തിക്കോളൂ എന്ന് പറഞ്ഞു. ശിഷ്യൻ അത് അത്ര വലിയ ഇഷ്ടപ്പെട്ടില്ല. ഇങ്ങനെ നടന്നു പോകുമ്പോൾ തിരിച്ചു ചോദിച്ചു, എന്തിനാ തിരുമേനി നിങ്ങൾ ആ ആനയെ ചോദിച്ചത്? എന്താണോ താൻ പറയുന്ന ശുഭ? എനിക്ക് കിട്ടിയാലൊരു ആന, ഇല്ലെങ്കിലൊരു വാക്ക്. ഇതുപോലാണ്, കണ്ടില്ലേ? കിട്ടിയ ഒരു ആനയെ കിട്ടും, ഒരു വാക്കല്ലേ പോയുള്ളൂ, ഒരു വാക്ക്, അത് പൊക്കോട്ടെ. ഇങ്ങനെയുള്ള ചില മനുഷ്യരുണ്ട്, ചുമ്മാ സൗജന്യമായിട്ട് എന്തെങ്കിലും കിട്ടിയാൽ അതിനെ സ്വീകരിക്കാനുള്ള മനസ്സുള്ള ഒരാൾ. എന്തായാലും ഇദ്ദേഹം ഈ കപ്പി മേടിച്ചുകൊണ്ട് വന്നു. ഈ കപ്പി മേടിച്ചുകൊണ്ട് വന്നിട്ട് എവിടെ ഇടണമെന്ന് അറിഞ്ഞുകൂടാ. ഇദ്ദേഹം എന്ത് ചെയ്യുന്നറിയോ? ഈ വീട്ടിൻ്റെ മുമ്പിൽ നേരെ, ഈ വീടിരിക്കുന്നതിൻ്റെ നേരെ, ഇദ്ദേഹത്തിൻ്റെ വീടിൻ്റെ ഇദ്ദേഹം ഇരിക്കുന്നതിൻ്റെ മുകളിലായിട്ട് ഈ കപ്പി കെട്ടിത്തൂക്കി. അപ്പോൾ പലരും ചോദിച്ചു, എൻ്റെ അടുത്ത് ചോദിച്ചു, ഇത് സ്വാമി, ഇതിൻ്റെ നടുക്ക് കെട്ടുന്നതുകൊണ്ട് വല്ല കുഴപ്പമുണ്ടോ? ഞാൻ പറഞ്ഞു, സുഹൃത്തെ, നിങ്ങൾ നിങ്ങളുടെ ഈ രീതികൾ എനിക്ക് വലിയ ഇഷ്ടപ്പെടാൻ പറ്റില്ല. അദ്ദേഹം ഒരിക്കൽ വെമ്പായത്ത് വന്നപ്പോൾ തന്നെ ഞാനവിടെ പഴയ സാധനങ്ങളൊക്കെ, പഴയതാണെന്ന് തോന്നുന്ന പുതിയ സാധനങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പഴയതൊന്ന് തോന്നിപ്പിച്ചിട്ടുള്ളതാണ്, പഴയ സാധനങ്ങളല്ല, അതെല്ലാം പുതിയ സാധനങ്ങൾ തന്നെയാണ്. ഞാൻ പഴമയാക്കി അവിടെ വെച്ചിട്ടുണ്ട്. ഒരു മാനിൻ്റെ തലയുണ്ട്, അതൊക്കെ മരത്തിൽ നിന്നിട്ടുള്ള സാധനങ്ങളാണ്, അതൊന്നും പഴയതല്ല. വിളക്ക് മണ്ണിലുണ്ടാക്കിയിട്ടുണ്ട്, അങ്ങനെയൊക്കെ ഉണ്ട്. അതൊക്കെ അത് ചോദിക്കും ഒറിജിനലാണ്, അതൊന്നും ഒറിജിനലല്ല. ഒരു നായുണ്ട് അവിടെ, എന്നെ കണ്ടാൽ പെട്ടെന്ന് ആൾക്കാർ പേടിച്ചു പോകും. അതെനിക്ക് എൻ്റെ സുഹൃത്ത്, എൻ്റെ മകനെ പോലെ നോക്കുന്ന അവൻ കലാസംവിധായകനാണ്, അവൻ എനിക്ക് തന്നതാണ്. അതിനെ ഞാൻ വേണ്ടാന്ന് പറഞ്ഞ് ചോദിച്ചപ്പം അവൻ എനിക്ക് തന്നതാണ്. അങ്ങനെയൊക്കെ ഉണ്ട്. ഇയാളെ കപ്പി കെട്ടിത്തൂക്കി. രാത്രിയാകുമ്പോൾ ഇയാൾ പറയുന്നത്, സ്വാമി, എന്തോ ആ കപ്പിക്ക് ഒരു പ്രശ്നമുണ്ട്. എന്താണ്? ഈ കപ്പി തന്നെ താൻ കറങ്ങുക മാത്രമല്ല, ഇതിലൂടെ ഒരു ശവശരീരം വന്ന് എൻ്റെ കട്ടിൽ വീഴുന്നതായിട്ട് തോന്നുകയാണെന്ന്.
ഏ ഞാൻ ചോദിച്ചേ, സ്വാമി ആ കട്ടിലൂടെ ഒരു സ്ത്രീയുടെ ശരീരം ഇങ്ങനെ താഴോട്ട് വന്ന് എൻ്റെ കട്ടിൽ വീഴുന്നുണ്ട്. ആ സമയത്ത് ഞാൻ ഞെട്ടി ഉണരും. അത് ജലത്തിൽ വീണ ശബ്ദമാണ്. ആ കപ്പിക്ക് എന്തോ ഒരു പ്രശ്നമുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കൂ, വല്ല കാര്യമുണ്ട്. ആ വല്ലവരുടെയും വീട്ടിൽ കിടന്നൊരു കപ്പി സൗജന്യമായിട്ട് കിട്ടുമെന്ന് പറഞ്ഞ് പോയി മേടിച്ച് കൊണ്ടുവന്ന് വീടിൻ്റെ മോളിൽ കെട്ടിത്തൂക്കി. ഇദ്ദേഹത്തിന് 2 പെൺമക്കളുള്ളതാണ്. ഇത് കൊണ്ട് വന്നതിന് ശേഷം ആ പെൺകുട്ടികളുടെ മാസമുറയ്ക്കുണ്ടാകുന്ന ഭീകരമായ പ്രശ്നങ്ങൾ, വീട്ടിൽ അതിഭയങ്കര ഒരു പട്ടി ചത്തു, അവിടെ ഇയാളെ നോക്കിക്കൊണ്ടിരുന്നൊരു പട്ടി ചത്തു. ഈ രാത്രിയാകുമ്പോൾ അലമുറയിട്ട് കരയുന്ന ഇട്ട് കരയുന്നത് പോലുള്ള ശബ്ദങ്ങൾ, വാതിൽ തുറക്കുന്ന ശബ്ദങ്ങൾ, ആകെ പ്രേതബാധയും പ്രശ്നങ്ങളോട് ഓടിക്കൊതിച്ച് വെമ്പായത്തോട്ട് വന്നു. എന്താണ് സ്വാമി ഒന്ന് പറയണം, എൻ്റെ വീട്ടിൽ എന്തോ ഒരു പ്രശ്നം. ഞാൻ നിങ്ങൾ ആ കപ്പി കെട്ടി അതിനകത്ത് നിങ്ങൾ ശവം അതുകൊണ്ട് ഞാൻ പറഞ്ഞു നിങ്ങൾ എന്തോന്ന് പറയണേ, ആ കിണറ്റിനകത്ത് ആ കപ്പിയിലൂടെ ഒരു ശവം തൂങ്ങിയിട്ടുണ്ട്, അത് പോയി കിണറ്റിനകത്ത് വീണിട്ടുണ്ട്. ആ പ്രേതാത്മാവിൻ്റെ ഇതാണ് ഈ കപ്പി കറങ്ങുന്നത്. നിങ്ങൾ അയ്യോ സ്വാമി പേടിച്ച് അവസാനം ഇങ്ങനെ ഭാര്യ എന്നെ വിളിച്ചു, സ്വാമി എങ്ങനെങ്കിലും ഒന്ന് ഇയാൾ ഇത് എവിടെ നിന്ന് എടുത്തുകൊണ്ട് വന്നതെന്ന് എനിക്ക് അറിഞ്ഞൂടാ. എൻ്റെ മക്കൾക്ക് തന്നെ സ്കൂളിൽ പോകാൻ പറ്റുന്നില്ല. ഇളയ മകളാണെങ്കിൽ കുളിക്കാൻ കയറുമ്പോൾ ബാത്റൂമിനകത്തൊരു പെണ്ണ് നിൽക്കുന്ന പോലെ തോന്നുന്നു, അവൾ വെളിയിറങ്ങി ചാടി. പിന്നെ അന്ധവിശ്വാസങ്ങളെന്ന് നമ്മൾ പറഞ്ഞാൽ വിശ്വസിക്കാവുന്ന തരത്തിലുള്ള ഒരു 100 പ്രശ്നങ്ങൾ കേട്ട് എനിക്ക് മതിയായി. അങ്ങനെ ഞാൻ പോയി ഇദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയിട്ട് ഞാനിത് അഴിച്ചെടുപ്പിച്ചു. ഇത് അഴിച്ചെടുക്കുന്നതിന് മുമ്പുള്ള കാര്യമുണ്ട്. ഇത് കാണുമ്പോൾ തന്നെ പേടിയാണ്. ഈ ഉഗ്രപ്രത്യങ്കര ഉപാസകനായ ഇല്ലെങ്കിൽ കർണേശ്വരി ഉപാസനയുടെ ഫലം പറയുന്ന ഞാൻ ഈ കപ്പി അഴിച്ച് ഇയാൾ കൊണ്ടുവന്നു. നമ്മൾ നാലിച്ചു ഒരു കിണറ്റിനകത്ത് കെട്ടിയിരുന്ന ഒരു കപ്പി എടുത്തുകൊണ്ട് വന്നിട്ട് വീടിൻ്റെ മുകളിൽ കെട്ടിയിട്ട് ബാക്കി കുറേ സാധനങ്ങളൊക്കെ അവിടെ ഇരിപ്പുണ്ട്. എന്തൊക്കെയോ നാട്ടുകാരിൽ നിന്ന് പിടിച്ച് പറിച്ചിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, ഈ പ്രേതാത്മാക്കളുമായിട്ട് സംസാരിക്കുന്ന ജോർജ് തോമസ് സാറുണ്ട്, അദ്ദേഹത്തിൻ്റെ വീട്ടിൽ മൺവട്ടിയും കുട്ടയൊക്കെ ഇരിപ്പുണ്ട്. ഞാൻ നിങ്ങൾക്ക് തലയ്ക്കുമല്ലോ കുഴപ്പമുണ്ടോ, അദ്ദേഹത്തെ കാണാൻ പോയിന്ന്. ഞാൻ പറഞ്ഞു ഏതെന്ന് അദ്ദേഹത്തിന് എനിക്ക് അറിഞ്ഞുകൂടാ. അദ്ദേഹമൊക്കെ പ്രേതാത്മാക്കളുമായിട്ട് പ്രേതലോകമായിട്ട് വലിയ ബന്ധമുള്ള ആൾക്കാരാണ്. എനിക്ക് അതിനെക്കുറിച്ചൊന്നും വലിയ ധാരണയില്ല. ഞാനൊരു ചെറിയ ലോകത്തൂടെ ഇങ്ങനെ സഞ്ചരിക്കുമ്പം എനിക്ക് ശരിയെന്ന് തോന്നുന്നത് മാത്രമേ പറയാറുള്ളൂ. ഞാൻ അദ്ദേഹത്തെ കണ്ടിട്ടില്ല എന്ന് വിചാരിച്ച് എനിക്ക് അദ്ദേഹത്തിനോട് ബഹുമാനക്കുറവൊന്നുമില്ല. അദ്ദേഹം സഞ്ചരിക്കുന്ന വഴികളിലൂടെ അദ്ദേഹത്തിന് മാത്രമേ സഞ്ചരിക്കാൻ പറ്റൂ, എനിക്ക് സഞ്ചരിക്കാൻ പറ്റില്ല. കാരണം എൻ്റെ സഞ്ചാരപാത മറ്റൊന്നാണ്. അതുകൊണ്ട് അത് തെറ്റാണെന്നൊന്നും എനിക്ക് പറയാൻ പറ്റില്ല. അവിടെ ഇങ്ങനെയൊക്കെ ഉണ്ടെന്ന് ചോദിച്ചു. നിങ്ങൾ അത് കണ്ടുകൊണ്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്. അദ്ദേഹത്തിൻ്റെ വീട്, അദ്ദേഹം പ്രേതലോകമായിട്ട് ബന്ധമുള്ള ആളാണ്. അങ്ങനെ വീട്ടിൽ പലതും വെക്കും. താങ്കൾക്ക് എന്താണ് പ്രശ്നം? അല്ല, ഞാൻ ഒരു പ്രാവശ്യം ഒരാളുടെ കൂടെ പോയതാണ്, അപ്പോൾ എനിക്ക് അതൊക്കെ ഇഷ്ടപ്പെട്ടു. അപ്പോൾ മറ്റേ എൻ്റെ അടുത്ത് പറഞ്ഞു, ഇതൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് മാറ്റങ്ങളുണ്ടാവും, ആത്മീയതയിൽ ഭയങ്കര ഉയർച്ചയുണ്ടാവും, അങ്ങനെ നമുക്ക് ഒരുപാട് സമ്പത്തുണ്ടാവും. ഞാൻ സമ്പത്തുണ്ടായില്ല. ഇത് അവസാനം ഇതിനെ എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാ. ഞാനൊരു ഇലയിൽ പൊതിച്ചെടുത്തിട്ട് ഇതിനെ ഫലം പറയാൻ നമ്മൾ കാന്തല്ലൂർ ആശ്രമത്തിലോട്ട് കൊണ്ടുവന്ന് ഫലം നോക്കാം, എന്താ വരാൻ പറ്റുമെന്ന് നോക്കട്ടെ. അങ്ങനെ ഞാൻ ഇത് വീട്ടിൽ കുറേ ദിവസം കൊണ്ടുവച്ചു. ടീച്ചർ പറഞ്ഞു, ഇതൊന്നും ഇവിടെ കൊണ്ട് വെക്കരുത്, എനിക്ക് പേടിയാണ്, ഞാനിവിടെ ഒറ്റയ്ക്കേ ഉള്ളൂ. സ്വാമി ഇറങ്ങി പോകുമ്പോഴത്തേക്ക് എനിക്ക് കപ്പിയും കയറൊന്നും ശരിയാവില്ല. അവസാനം ഇത് വീടിൻ്റെ പുറകെ കൊണ്ടുവച്ചു. നിങ്ങൾ പറയുമോ, എൻ്റെ കിളിക്കൂടിലെ 4 പക്ഷികൾ ചത്തുപോയി. ഞാനത് ടീച്ചറോട് പറയാൻ നിന്നില്ല. ഓരോ ദിവസവും ഓരോ പക്ഷി വീതം ചാവും. അവിടെ വീട്ടിലുണ്ടായിരുന്ന പൂച്ച ഇറങ്ങിപ്പോയി. ആ പൂച്ച ഇറങ്ങിപ്പോയി റോഡിൽ പോയി വണ്ടി കയറി ചത്തു. വേറെ ഒന്നും സംഭവിക്കുന്നില്ല, പക്ഷെ ഇങ്ങനെയൊക്കെ ഉണ്ടാവുന്നു. പൊതിഞ്ഞെടുത്ത് വണ്ടിയുടെ പുറകിൽ വെച്ചു. ഇത് പേടിയെന്ന് പറഞ്ഞാൽ നമ്മൾ ഇത് വല്ല അപകടങ്ങളുണ്ട്, ഇതെന്താണെന്ന് നമുക്ക് അറിഞ്ഞൂടല്ലോ. ഞാനിത് ശംഖുമുഖം കടലിൽ കൊണ്ടുവന്ന് കളയാമെന്ന് വിചാരിച്ചു. അവിടെ ചെല്ലുമ്പോൾ അവിടെ എല്ലാം ഇപ്പോഴത്തെ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നടക്കില്ല. അവിടെ എല്ലാം ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. ഇത് പിന്നെ എന്ത് ചെയ്യും? അങ്ങനെ ഞാൻ ഒരു ആവശ്യത്തിന് ധനുഷ്കോടിയിൽ വരെ പോകേണ്ടി വന്നു. ധനുഷ്കോടിയിൽ പോകുമ്പോൾ ഞാനിത് പൊതിഞ്ഞെടുത്തു. അയാളുടെ വീട്ടിലെ പ്രശ്നങ്ങളൊക്കെ മാറി. എനിക്ക് ദൈവം സഹായിച്ച് വേറെ എൻ്റെ കിളികൾ ചത്തുപോയി. എൻ്റെ 4-5 കിളികൾ ചത്തു, എൻ്റെ മീനുകൾ ചത്തു. അങ്ങനെ മരണത്തിൻ്റെ ഒരു ഘോഷയാത്രയാണ്. നല്ല വലിയ മീനുകൾ എൻ്റെ മുറ്റത്ത് മുഴുവൻ ഒരു വലിയ ഇതുണ്ട്. ബുദ്ധനെ വെച്ചേക്കുന്നതിന് ചുറ്റും കുറേ മീനുകളുണ്ട്. ആ മീനുകളെല്ലാം ചത്തുപോയി. എനിക്കാണെങ്കിൽ സഹിക്കാൻ പറ്റില്ല. ഞാൻ വിളിച്ച ഓടി വരേണ്ട മീനുകളാണ്, എന്നെ കണ്ടാൽ ചലയ്ക്കുന്ന കിളികളാണ്. ഇതെല്ലാം ചത്തു കിടക്കുകയാണ്. അവസാനം ഞാനിതും കൊണ്ട് ധനുഷ്കോടിയിൽ പോയപ്പോഴത്തേക്ക് ആ ധനുഷ്കോടിയുടെ പാറയിടുക്കിലൂടെ ഞാൻ മറ്റൊരു സാധനം ഉപേക്ഷിക്കാറുണ്ടായിരുന്നു. അതിൻ്റെ കൂടെ ഞാനിങ്ങനെ വെള്ളത്തിലേക്ക് ഇങ്ങനെ ഒഴുക്കി അങ്ങ് വിട്ടു. അതങ്ങനെ വെള്ളത്തിലേക്ക് താണു പോയി കടലിലേക്ക് പോകുന്നത് ഞാനിങ്ങനെ കണ്ടുകൊണ്ട് നിന്നു. ഇത് ഞാൻ പറഞ്ഞു വരണതിൻ്റെ അർത്ഥം, നമുക്ക് ആഗ്രഹങ്ങളൊക്കെ ആവാം. വല്ലവരൊക്കെ മേടിച്ച് വെച്ചിരുന്ന വല്ലവരൊക്കെ തൂങ്ങിച്ചാവുകയും അവൻ്റെ ആഗ്രഹങ്ങൾ തീർത്തതും അവൻ്റെ ജീവിതം തീർത്തതുമൊക്കെ സാധനങ്ങൾ എടുത്തുകൊണ്ട് വന്ന് വീട്ടിൽ കൊണ്ടുവച്ച് നമ്മൾ മറ്റുള്ളവർ ചെയ്യുന്നത് അനുകരിക്കാൻ നോക്കിയാൽ ഒന്ന് ആലോചിച്ച് നോക്കി, എന്തിൻ്റെ കുഴപ്പമാണ് മനുഷ്യർക്ക്? എന്തിൻ്റെ കുഴപ്പമാണ്? ഇപ്പം എൻ്റെ അടുത്ത് കഴിഞ്ഞ ദിവസം വിളിച്ചിരുന്നു, സ്വാമി ഒന്ന് കാണണമായിരുന്നു. ഞാൻ എന്താ പുതിയ വല്ലതും കിട്ടിയോ? അയ്യോ ഇല്ലില്ല, ഞാൻ അത്തരം പരിപാടികളൊക്കെ നിർത്തി സ്വാമി. അയ്യോ എന്നെ രക്ഷിച്ചു. ഞാൻ പറഞ്ഞു, എന്തേ രക്ഷിച്ചു? ഇന്നും ആ കപ്പി എൻ്റെ ഓർമ്മയിൽ ഇങ്ങനെ നിൽക്കും. കാരണം നമുക്ക് എൻ്റെ അടുത്ത തിരഞ്ഞെടുത്ത പ്രേതാനുഭവ കഥകൾ ഞാനത് മുതൽ എഴുതി തീർന്നു. ഇനി പ്രേതഭൂമികയിലൂടെ ഒരു കൂടെ ഇറങ്ങി അടുത്ത കഥയ്ക്കകത്ത് ആ കപ്പിയിൽ ജീവനൊടുക്കിയ ഒരു പെൺകുട്ടിയുടെ ഒരു കഥയുണ്ട്.
എന്നല്ലേ ജലത്തിൽ നമ്മൾ ജലം കോരി എടുക്കാനായിട്ട് ഉപയോഗിക്കുന്ന തൊട്ടിയും കയറും കറങ്ങുന്ന കപ്പിയാണ്. ആ കപ്പിയിലും കയറിൻ്റെയും കഥ. ഞാൻ ജയസൂര്യയുടെ കഥയുടെ ഇതിലാണ് തുടങ്ങിയെങ്കിലും അന്ധവിശ്വാസങ്ങളും വിശ്വാസങ്ങളും അന്ധവിശ്വാസങ്ങളും കെട്ടിപ്പിണഞ്ഞ ഒരു ലോകം, ഇതൊക്കെ ഉണ്ടോ ഇല്ലയോ എന്ന് പറയുന്നതൊന്നും നമുക്ക് അറിഞ്ഞൂടാ. പക്ഷേ ഇതൊക്കെ ഈ കാലത്ത് ഇതെല്ലാം സംഭവിക്കുന്നു എന്നുള്ളൊരു സത്യമില്ലേ? അത് ഇതുകൊണ്ടുണ്ടാക്കുന്നൊരു സത്യം. ചില നവരത്ന മോതിരം ദൈവത്തെ ഓർത്ത് നിങ്ങൾ ധരിക്കരുത്. നവരത്ന മോതിരം ധരിച്ചാലുണ്ടാകുന്ന വിഷയങ്ങളുണ്ട്. ഓരോ മനുഷ്യനും അവൻ്റെ ഗ്രഹനിലകൾക്കനുസരിച്ചുള്ള മോതിരങ്ങൾ മാത്രമേ ധരിക്കാവുള്ളൂ. അത് ചിലരോട് ഞാൻ നിർബന്ധിക്കും, നിങ്ങളിതൊന്ന് ധരിക്കണം. നമ്മൾ മൈൻഡ് പവറുമായിട്ട് നമ്മുടെ സെറിബ്രമായിട്ട് വളരെ കണക്ട് ചെയ്യുന്ന ചില കാര്യങ്ങളുണ്ട്. കല്ലുകൾ പ്രപഞ്ചത്തിൻ്റെ നിഗൂഢതകളിൽ നിന്ന് കിട്ടുന്നതാണ്. അവിടെ വളരെ ജീവനാടി, ഭൂമിയുടെ ജീവൻ തുടിപ്പിക്കുന്ന ഇത്തരം കല്ലുകൾ നമ്മളെ കോസ്റ്റ്ലിയൊക്കെയാണ്, എല്ലാവർക്കും ഒന്നും വാങ്ങിച്ച് ഉപയോഗിക്കാനൊന്നും പറ്റില്ല. അത് ഉപയോഗിച്ചാൽ നമുക്കുണ്ടാകുന്ന ഒരുപാട് മാനസികമായ മാറ്റങ്ങളുണ്ട്, മനസ്സിന് ശാന്തിയും സമാധാനവും ഉണ്ട്. അപ്പം അത്തരം കല്ലുകൾ ഉപയോഗിക്കാൻ ഞാൻ പറയും. അപ്പോൾ എടുത്ത കാലത്ത് സ്വാമി അവിടെ ചോദിച്ചു, സ്വാമി ഇപ്പം വജ്രക്കല്ല് ഇടപാടും തുടങ്ങി വന്നു. അതൊന്നും തുടങ്ങിയിട്ടില്ല. ഒരു മനുഷ്യന് പൂജ പരിഹാരങ്ങളില്ലാത്ത എന്തൊക്കെ മാർഗങ്ങളിലൂടെ ആണ് അവന് മനസ്സമാധാനം ശാന്തിയോടെ ജീവിക്കാൻ പറ്റുന്നത്? അത്തരം മാർഗങ്ങളെക്കുറിച്ച് ഞാൻ പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. ഞാൻ എന്നിലേക്ക് വന്നു ചേരുന്ന ചില ഇത്തരം വിശേഷങ്ങൾ, ഇത്തരം അനുഭവങ്ങൾ, ഈ അനുഭവങ്ങളുമായിട്ട് ഇനിയും വരാം. ഇനിയും എൻ്റെ അന്ധവിശ്വാസ കഥകൾ കേൾക്കാൻ തയ്യാറായി എൻ്റെ പ്രേക്ഷകർ ഇരുന്നോളൂ. ഇത് അന്ധവിശ്വാസം ധരിച്ചാലും വിശ്വാസമെന്ന് ധരിച്ചാലും ഇതെല്ലാം സത്യമായ കാര്യങ്ങളാണെന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.